നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ലെസണിൻ്റെ പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പാർട്ട് 1 കാണുക, എന്നിട്ട് പാർട്ട് 2ലേക്ക് വരിക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ലെസൺ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ബാക്കി ഇൻസിഡൻസ് എന്ന്. Maggie showed the way to their sitting room and I followed. The furniture was cheap and there was not much of it. The carpet was old, torn in places, but everything was extremely clean. So, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു ലണ്ടൻ സ്റ്റൈൽ ഓഫ് ലിവിംഗ് ഒന്നും ആയിരുന്നില്ല അവരുടേത്. കാരണം അവർ ലണ്ടനിലെ പാവപ്പെട്ട വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ഫേർണിച്ചർ വളരെ ചീപ്പായിരുന്നു. അതുപോലെ അവരുടെ കാർപ്പറ്റ് ഓൾഡായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കീറിയിരിപ്പുണ്ടായിരുന്നു. ടോൺ ഇൻ പ്ലേസസ്, വിച്ച് മീൻസ് അവിടെ ഇവിടെയൊക്കെ കീറിയിരിപ്പുണ്ടായിരുന്നു. പക്ഷേ എവറിത്തിങ് ഈസ് എക്സ്ട്രീംലി ക്ലീൻ. Maggie drew the curtains back and opened the windows. There was a glass bookcase. I stood in front of it. സോ മാഗി കേർട്ടൻസ് മാറ്റി. അപ്പോൾ ഒരു ഗ്ലാസ് ബുക്ക് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ മുന്നിലായിട്ട് നിന്നു. Mrs. Clifford came in carrying the tea tray, and few minutes later, all trace of the kitchen had vanished from her person. As we drank tea, I talked about India. Mrs. Clifford showed me a photograph of her son. It had been taken before he left. His name was Francis or Frank. സോ മിസ്സസ് ക്ലിഫോർഡ് ടീയുമായിട്ട് വന്നു. ഇവർ ടീ കുടിച്ചു. കുറച്ചു നേരം ഇങ്ങനെ ഇന്ത്യയെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആൻഡ് ഇന്ത്യയെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ മിസ്സസ് ക്ലിഫോർഡ് തൻ്റെ മകൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു. ഇന്ത്യയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപെടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. മകൻ്റെ പേര് ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്ക്. ഫ്രാൻസിസ് ആയിരുന്നു ഒഫീഷ്യൽ നെയിം. ഫ്രാങ്ക് എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സോ ഈ പേരുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫ്രാങ്ക് അല്ലെങ്കിൽ മാഗി മുതലായ പേരുകൾ ബ്രിട്ടീഷേഴ്സിൻ്റെ അല്ലെങ്കിൽ ലണ്ടനിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആൾക്കാരുടെ നിക് നെയിംസ് ആണ്, പെറ്റ് നെയിംസ് ആണ്. ഓക്കെ, സോ his name was Francis or Frank. Maggie brought out a book of pictures he had sent for her birthday. There were many pictures of Shimla and the surrounding mountain country. On the side page was written, "To Maggie on her birthday from her loving brother Frank." സോ ഈ സമയത്ത് മാഗി ഒരു തൻ്റെ ബ്രദർ അയച്ച ബുക്ക് ഓഫ് പിക്ചേഴ്സ്, ചിത്രങ്ങളൊക്കെ നിറഞ്ഞ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയുണ്ടായി. അതിൽ കുറേ നല്ല പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഷിംല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. ആൻഡ് അതൊരു മൗണ്ടൻ കൺട്രി, മീൻസ് കുറേ മൗണ്ടൻസിൻ്റെ അങ്ങനെയുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, "ടു മാഗി ഓൺ ഹർ ബർത്ത്ഡേ ഫ്രം ഹർ ലവിങ് ബ്രദർ ഫ്രാങ്ക്." മാഗി സെഡ്, "Mr. Clifford, show Mr. Gupta the ring." "Has your brother sent you a ring?" I asked her. "Let me see what kind of ring it is." "It is a magic ring," Maggie explained. "A yogi gave it to Frank." സോ മിസ്സസ് ക്ലിഫോർഡ് അപ്പോൾ മാഗിയോട് പറഞ്ഞു, "മാഗി, നീ ആ റിങ് ഒന്ന് കാണിച്ചു കൊടുക്കും. മകൻ ഫ്രാങ്ക് നിനക്ക് അയച്ചു തന്ന ആ റിങ് നീ ഒന്ന് കാണിച്ചു കൊടുക്കൂ" എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, "നിങ്ങളുടെ ബ്രദർ നിങ്ങൾക്ക് റിങ് അയച്ചു തന്നിട്ടുണ്ടോ? അപ്പോൾ എന്നെ ഒന്ന് കാണിക്കൂ, ഏത് ടൈപ്പ് ഓഫ് റിങ് ആണതെന്ന് എന്നെ ഒന്ന് കാണിക്കൂ" എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ മാഗി എക്സ്പ്ലെയിൻ ചെയ്യാണ്, "ഇറ്റ് ഈസ് എ മാജിക് റിങ്. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്." ഒരു യോഗി ഫ്രാങ്കിന് കൊടുത്തതാണെന്ന്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ യോഗീസ് ഉണ്ടെന്നും യോഗീസ് വെജിറ്റേറിയൻ ആണെന്നും ഒക്കെയുള്ള അറിവ് മാഗിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള അറിവൊക്കെ മാഗിക്ക് വന്നതെന്ന്. ബ്രദർ റിങ് കൊടുത്തപ്പോൾ അത് യോഗി തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് യോഗീസ് എന്താണെന്നുള്ള അറിവൊക്കെ ഈ ഒരു ഇംഗ്ലീഷ് ഗേളിന് ഉണ്ടായത്. She brought it and asked, "Can you see the past and future in it?" I heard a lot about crystal gazing. A crystal was set in the ring. I took it up and examined. When Frank sent the ring, Mrs. Clifford said, "He wrote that if you concentrate on a distant person as you gaze into it, you will able to see him and what he is doing." That is what Yogi told Frank. Maggie and I have concentrated upon it again and again, but because we have not had any news of Frank for a long time, but we have not been able to see anything. Why don't you try? You are a Hindu. You may be able to do it. So ഈ റിങ് കൊടുക്കുന്ന സമയത്ത്
ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്റ്റ് ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻ ഇറ്റ്. അപ്പോൾ ഈ പാസ്റ്റും ഫ്യൂച്ചറും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ റിംഗ് ആയിരുന്നു അത്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് പറയുന്നു, ഫ്രാങ്ക് ഈ റിംഗ് തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ദൂരെ ഇരിക്കുന്ന ആളെ പറ്റി മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തെ കാണാനും സാധിക്കുമെന്ന് യോഗി പറഞ്ഞിട്ടാണ് ഈ റിങ് കൊടുത്തതെന്ന് പറയുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുപാട് സമയം ആ റിങ്ങിൽ നോക്കിയിട്ടും ഫ്രാങ്കിനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ താങ്കളൊരു ഹിന്ദു അല്ലേ, അപ്പം ഹിന്ദുവിന് ചിലപ്പോൾ പറ്റുമായിരിക്കുമെന്ന് ഇവർ അദ്ദേഹത്തിനോട് പറയുന്നു. ഐ റിയലൈസ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. I did not have the heart to tell the mother and daughter that the ring was nothing much, brass with a piece of ordinary glass stuck into it. സോ ഇദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അന്ധവിശ്വാസം ഇന്ത്യയിലുള്ള ആൾക്കാരിൽ മാത്രമല്ല ബ്രിട്ടീഷേഴ്സിലും ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി മനസ്സിലായി. ഇദ്ദേഹത്തിന് പറയണമെന്നുണ്ട് ഈ റിങ്ങിൽ എന്താണുള്ളത്, ഈ റിങ്ങിൽ കൂടുതൽ കാര്യമൊന്നുമില്ല, ഇത് ഒരു ബ്രാസിൻ്റെ റിങ്ങാണ്, അത് മാത്രമല്ല അതിൽ ഒരു ഓർഡിനറി ഗ്ലാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ വല്ല മാജിക്കൽ പവറുള്ള സംഭവമൊന്നും അല്ല അതെന്ന് ഇദ്ദേഹത്തിന് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് പറയാനായിട്ട് സാധിച്ചില്ല. They believed their Frank had sent them a new and miraculous thing from a distant land, a dream India. How could I shatter their faith? So അവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? തങ്ങളുടെ മകനായ ഫ്രാങ്ക് ദൂരസ്ഥലത്തുനിന്ന് വളരെ വിലപ്പെട്ടൊരു സമ്മാനമാണ് തങ്ങൾക്ക് തന്നത് എന്നാണ് അമ്മയും ആ പെങ്ങളും വിചാരിച്ചിരിക്കുന്നത്. സോ അവരോട് ഇതിന് ഒരു വിലയുമില്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു വിശ്വാസത്തെ, അവരുടെ ഫെയ്ത്തിനെ തകർക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം ആ ഒരു വെറും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സംഭവമാണത്, ജസ്റ്റ് ഒരു ബ്രാസ് റിങ്ങും ഒരു ഓർഡിനറി പീസ് ഓഫ് ഗ്ലാസ്സുമാണ് അതിലുള്ളതെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. I cannot see anything, I exclaimed at last, giving up. The mother and daughter were disappointed. So അവർ ഇദ്ദേഹം ആ റിങ് വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് നേരം നോക്കുന്നതായിട്ട് ഭാവിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കും ഇതിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ മദറും ഡോട്ടറും ഡിസപ്പോയിൻറ്റഡ് ആയി. ടു ചേഞ്ച് ദ സബ്ജക്റ്റ് ഐ സെഡ്, ഹിയർ ഇസ് എ വയലിൻ, ഇസ് ഇറ്റ് യുവേഴ്സ്, ഇസൻറ്റ് ഇറ്റ് മാഗി? സോ ഇവരുടെ ഈ ഒരു അറ്റൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവരാകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ അറ്റൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി ഇദ്ദേഹം ചോദിച്ചു, ആ വയലിൻ ആരുടേതാണ്? മാഗിക്ക് വയലിൻ വായിക്കാൻ അറിയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നിൻ്റെയാണോ ഈ വയലിൻ എന്ന് ചോദിക്കുകയാണ്. മാഗി, യെസ് മിസ്സസ് ക്ലിഫോർഡ് ആൻസേർഡ്. മാഗി പ്ലേസ് ക്വയറ്റ് വെൽ. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് എന്ത് പറയുന്നു? യെസ്, മാഗി നന്നായിട്ട് വയലിൻ വായിക്കും. മാഗി ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്ന് വയലിൻ വായിക്കുമോ എന്ന് ചോദിക്കുന്നു. ഓ മദർ, മാഗി looked at her in protest. Maggie, I pleaded, please play something. I am very fond of the violin. I have a sister at home about your age. She used to play for me. The way I played is not at all worth listening to, Maggie said. അപ്പോൾ തന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഓ മദർ എന്ന് പറഞ്ഞ് മാഗി അതിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, എനിക്കും ഒരു സിസ്റ്റർ ഉണ്ട് നിൻ്റെ ആ ഒരു പ്രായത്തിൽ, അവളും നന്നായിട്ട് വയലിൻ വായിക്കും, നീ എനിക്ക് വേണ്ടി വയലിൻ വായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ തിരിച്ച് പറയുന്നത് എന്താണ്? ഞാൻ വായിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ലിസണിങ് ടു, മീൻസ് ഞാൻ വായിക്കുന്നത് കേൾക്കാൻ ഒരു രസവും ഉണ്ടാവില്ല എന്ന് ഇവൾ പറയുന്നു. My entreaties at last persuaded her to play. I do not know many pieces, she said. What would you like to hear? Shall I choose something? All right, then give me your music. Let me see what you have. So, അവസാനം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതൊക്കെ അവസാനം സാധിച്ചു. അങ്ങനെ ഇവള് വയലിൻ വായിക്കാൻ തയ്യാറായി. ആൻഡ് എന്താണ് എനിക്ക് ഒരുപാട് പീസസ് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഏത് പീസാണ് വേണ്ടത്, വിച്ച് മീൻസ് ഏത് മ്യൂസിക്കൽ പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, നിൻ്റെ ആ കളക്ഷൻ ഒന്ന് കൊണ്ടുവരും, ഞാൻ പറയാം അതിൽ നിന്ന് ഏതാണ് നീ പ്ലേ ചെയ്യേണ്ടതെന്ന്. സോ മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് bound in black leather. I opened it. Most of the pieces were light airs like Goodbye Dolly Gray, Honeysuckle and the Bee, etc. There were a few really good, the old-fashioned ones, things like Robin Adair, Annie Laurie, The Last Rose of Summer, etc. There were several Scotch songs, so I selected The Blue Bells of Scotland and handed Maggie the music. Maggie played and I hummed the tune to myself.
When the song was over, I praised her playing lavishly as I thanked her. സോ മാഗി തൻ്റെ ഓൾഡ് മ്യൂസിക് കേസ് കൊണ്ടുവരുന്നു. അതിൽ ഒരുപാട് മ്യൂസിക്കിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മീൻസ് ഒരുപാട് എന്താണ് മ്യൂസിക്കൽ കോമ്പോസിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ഇദ്ദേഹം ഒരു സ്കോട്ട്ലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ചൂസ് ചെയ്തു. അങ്ങനെ മാഗി അത് പ്ലേ ചെയ്യുന്നു. ഇദ്ദേഹം ജസ്റ്റ് ആ ട്യൂൺ ഇങ്ങനെ മനസ്സിൽ ഹം ചെയ്യുന്നു. അത്രയൊക്കെയുള്ളൂ അവിടെ നടക്കുന്നത്. When the song was over, he praised Maggie. Maggie has never had the opportunity to study, Mrs. Clifford said. She has learned what she knows by herself. If our circumstances ever improve, I shall arrange for her to have lessons. സോ മിസ്സസ് ക്ലിഫോർഡ് അപ്പോൾ എന്ത് പറഞ്ഞു, മാഗിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, അവൾ തന്നെ പഠിച്ചതാണ് എല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളൊന്ന് ഉയരുകയാണെങ്കിൽ മാഗിയെ തീർച്ചയായിട്ടും ഈ ലെസൺസൊക്കെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ വിടുമെന്ന് മിസ്സസ് ക്ലിഫോർഡ് പറയുന്നു. ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫീൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. ഇത് ഇൻസിഡൻറ്റ് ടച്ച്ഡ് മീ വെരി ഡീപ്ലി. അങ്ങനെ തിരിച്ച് ഇദ്ദേഹം പോകുന്ന വഴിക്ക് ഗുപ്ത ഇങ്ങനെ പഴയ ആ ഇൻസിഡൻസിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു. ആ വീട്ടിൽ പോയതിനെ പറ്റിയിട്ടും അവിടെ അദ്ദേഹം സന്തോഷം ആയതിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ ഇദ്ദേഹം ആലോചിക്കുകയാണ്. കാരണം ആ ഇൻസിഡൻസ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. 3 months passed. I visited Maggie and her mother several times at their home and took Maggie to see the zoo once. She rode the elephant, Indian Raja, like all other boys and girls. How delighted she was. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ഇദ്ദേഹം പലപ്പോഴായിട്ട് മാഗിയുടെ വീട് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. മാഗിയും അമ്മയും പല പ്രാവശ്യവും പോയി കാണാറുണ്ടായിരുന്നു. ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ മാഗിയെ സൂവിലൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പം എലിഫൻറ്റിനെ കാണുമ്പോൾ ഇവൾ പറയുന്നത് എന്താണ്, ഇന്ത്യൻ രാജ എന്നാണ് എലിഫൻറ്റിനെ പറഞ്ഞിരുന്നത്. അത്രയ്ക്ക് അവൾക്ക് ഇന്ത്യ, ആ ഒരു ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഇവൾക്ക് അറിയാം എന്നൊരു രീതിയായിരുന്നു. Now, but no news had come from her brother. Urged by Mrs. Clifford, I went to India House one day and made inquiries. I was told the regiment to which Frank belonged was fighting on the northwest frontier. Mrs. Clifford became extremely worried when she heard it. സോ ഇത്രയും 3 മാസത്തോളം ഇദ്ദേഹം ആ വീട്ടിൽ ചിലവഴിച്ചു. ഈ വീട്ടുകാരുമായിട്ട് പുറത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്തൊന്നും തന്നെ ഫ്രാങ്കിനെ പറ്റി ഒരു വിവരങ്ങളും ലഭിച്ചില്ല. അവസാനം ഇദ്ദേഹം ഇന്ത്യ ഹൗസിൽ ചെന്നു, ഫ്രാങ്കിനെ പറ്റി അന്വേഷിച്ചു. ഫ്രാങ്ക് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ റെജിമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞു. ഇതൊക്കെ കേട്ട് മിസ്സസ് ക്ലിഫോർഡിന് ആകെ സങ്കടമായി. കാരണം ഫ്രാങ്കിനെ പറ്റി ഒരു കാര്യവും അറിയുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് ന്യൂസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. One day I received a postcard from Maggie. She wrote, Dear Mr. Gupta, mother is very ill. I have not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us, Maggie. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മാഗിക്കല്ല മിസ്റ്റർ ഗുപ്തയ്ക്ക് മാഗിയുടെ ഒരു പോസ്റ്റ് കാർഡ് കിട്ടി. ആ പോസ്റ്റ് കാർഡിൽ ഇതാണ് എഴുതിയിരുന്നത്, അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി, ഞങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ ഞങ്ങൾക്ക് ഹാപ്പി ആവും എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് കാർഡിൽ എഴുതിയിരിക്കുന്നത്. I had told the family with whom I lived about Maggie and her mother. At breakfast, I spoke of the letter. My hostess said, When you go, take some money with you. The girl has not been able to go to the work for a week. She had not received any pay. It is probable that they are hard up. അപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന വീട്ടുകാരുമായിട്ട് മാഗിയുടെ കാര്യം ഇദ്ദേഹം ഡിസ്കസ് ചെയ്തപ്പോൾ അവർ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അതായത് ആ വീട്ടിലെ ഹോസ്റ്റസ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ കുറച്ച് പണവും കൂടി കൊണ്ടുപോയിക്കോളൂ, കാരണം ആ കുട്ടി ജോലി ചെയ്യുന്നുണ്ടാവില്ല, ഒരാഴ്ചയായിട്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവൾ ജോലി ചെയ്യാൻ പോകുന്നില്ലായിരിക്കും, അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. After breakfast, I took some money and set out for Lambeth. I knocked at the door. Maggie opened it. She was looking much pulled down. Her eyes were hollow and ringed. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind of you. How is your mother, Maggie? I asked. She is sleeping now. Her condition is very serious. Doctor says it is aggravated by her anxiety over Frank. There is no news from him yet. She may not live. അങ്ങനെ ഗുപ്ത കാണാനായിട്ട് വന്നപ്പോൾ മാഗി തന്നെയാണ് കഥക് തുറന്നപ്പോൾ മാഗിക്ക് ഒരുപാട് സന്തോഷം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ. നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഉറങ്ങാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർ ഭയങ്കര ആങ്ഷ്യസ് ആണ്, മകനെ കാണാതെ മകനെ പറ്റിയിട്ട് അറിയാതെ വളരെ ആങ്ഷ്യസ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഇതുവരെയും മകനെ പറ്റിയിട്ട് ഒരു ന്യൂസും കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ കൊണ്ടുള്ള ടെൻഷൻ കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും അസുഖം വന്നതെന്നും
അവർ വളരെ ആങ്ഷ്യസ് ആണ്, അവരധികം ജീവിച്ചിരിക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടി സംസാരിക്കുന്നു. I tried to console Maggie, drying her eyes with my handkerchief. Maggie controlled herself with an effort and said, I have a request to make of you, Mr. Gupta. What is it, Maggie? I asked. Come into the sitting room and I will tell you, she answered. അങ്ങനെ മിസ്റ്റർ ഗുപ്തയെ വിളിച്ചിട്ട് ഗുപ്തയോട് പറയാണ്, എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ആ റിക്വസ്റ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ സിറ്റിംഗ് റൂമിലേക്ക് വന്നിരിക്കൂ, ഞാൻ പറയാമെന്ന് അവൾ പറയുന്നു. We tiptoed carefully into the sitting room, lest the sound of our footsteps should disturb the sick woman. I turned when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. Maggie gazed up into my face with beseeching eyes. I waited. Then she covered her face with her hands and wept silently. We tiptoed. Tiptoed means walking carefully or quietly. ഇത് പതുക്കെ ഇങ്ങനെ നടന്ന് പോവുക, അതിനെയാണ് ടിപ്ടോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മുറിയിൽ ഇറങ്ങിക്കിടക്കുന്ന ആ സിക്ക് വുമണിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ പതുക്കെ നടന്നു പോയി എന്നാണ് പറയുന്നത്. ആ റൂമിൻ്റെ സെൻറ്ററിലെത്തിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ആൻഡ് റിമെയിൻ സ്റ്റാൻഡിങ് ദെയർ. വാട്ട് ഇസ് ഇറ്റ്, മാഗി? ആ റൂമിൻ്റെ സെൻറ്ററിലെത്തിയപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞ് മാഗിയോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? ആ ക്വസ്റ്റ്യൻ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. ആൻഡ് മാഗി ഗേസ്ഡ് അപ്പ് മൈ ഫേസ് വിത്ത് ബിസീച്ചിങ് ഐസ്. മാഗി ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, അതിനുശേഷം കൈകൾ മുഖത്തേക്ക് വെച്ച് സൈലൻ്റായിട്ട് കരഞ്ഞു. I was in a fix. What could I say to console this girl? Her brother was fighting on the frontier. Only God knew whether he was alive or dead. Her mother was the only person she had on earth. If she lost her, what would happen? Where in London could this girl on the threshold of adolescence go? So, I was in a fix. ഇദ്ദേഹം സ്തബ്ധനായിപ്പോയി. കാരണം എന്ത് പറയണമെന്ന് അറിയില്ല, എങ്ങനെ ഈ കുട്ടിയെ ആശ്വസിപ്പിക്കണം. കൺസോൾ മീൻസ് ആശ്വസിപ്പിക്കുക. എങ്ങനെ ഈ കുട്ടിയെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ഇവളുടെ ബ്രദർ ഫ്രോണ്ടിയറിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയില്ല സ്ഥിതി. ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന്. അതുമാത്രമല്ല, അമ്മ മാത്രമേ ഉള്ളൂ അവൾക്ക് ഈ ഭൂമിയിൽ. അമ്മയും കൂടി നഷ്ടപ്പെട്ടാൽ ലണ്ടനിലെ ഒരു സബേബായ ലംബത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ആ സബേബിൽ ആ കുട്ടി ഒറ്റയ്ക്കായി പോകും. അതും ഒരു അഡോളസെൻ്റ് ഗേൾ. അവൾ എവിടെ പോവാനാണ്? I pulled her hands from her face. Maggie, tell me, what do you wish me to do? If there is anything I can do to help you, I shall not hesitate. മാഗിയോട് ചോദിച്ചു, നിന്നെ ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാമെന്ന് പറയുന്നു. മിസ്റ്റർ ഗുപ്ത, the girl said, I do not know what you will think of the request I am going to make. Please forgive me if it is very, very wrong. So, എനിക്കറിയില്ല താങ്കൾ ഞാൻ ഈ റിക്വസ്റ്റ് പറയുമ്പോൾ താങ്കൾ എന്ത് വിചാരിക്കുമെന്ന്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. വാട്ട് ഇസ് ഇറ്റ്? വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? അപ്പോൾ നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? All day yesterday, my mother kept saying if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമ്മ എന്തു പറഞ്ഞു? മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റലിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ ഫ്രാങ്കിനെ പറ്റി എന്തെങ്കിലും ഗുപ്തയ്ക്ക് അറിയാൻ സാധിക്കും. ഗുപ്ത ഒരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചർ അനുസരിച്ചിട്ടുള്ള സംഭവമാണ് കയ്യിലുള്ള ആ റിങ്. ചിലപ്പോൾ ആ റിങ്ങിൽ നോക്കിയാൽ ഗുപ്തയ്ക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കും. If you want me to try once more, go and bring me the ring, Maggie. Of course, I will do it. ഇത് കേട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ നീ പറയൂ, ഞാൻ നോക്കാം, നീ പോയി ആ റിങ് കൊണ്ടുവരൂ. If you don't see anything again this time, I understood what Maggie meant. I was silent. മാഗി ചോദിച്ചു, ഈ സമയത്തും ഇപ്പം നോക്കുമ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അവൾ ചോദിക്കുന്നു. ഇദ്ദേഹം സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് അറിയാം എത്ര ആങ്ഷ്യസ് ആണ് മാഗിയുടെ അമ്മയും ഫ്രാങ്കിനെ പറ്റി അറിയാനായിട്ട്. അവരുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ഈ റിങ്ങിലേക്ക് ഇദ്ദേഹം നോക്കി അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രാങ്ക് എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവരുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. സോ ഇപ്പോഴും മിസ്റ്റർ ഗുപ്ത ഫെയിൽ ആയിപ്പോയാൽ, മിസ്റ്റർ ഗുപ്തയ്ക്ക് ഫ്രാങ്ക് എന്ത് ചെയ്യുവാണെന്ന് അറിയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് സൈലൻസ് ആണ് അല്ലേ. കാരണം എന്താണെന്ന് പിന്നെ പറയാൻ പറ്റില്ല. അമ്മ വയ്യാതെ കിടക്കുന്നു, ആ അമ്മയുടെ ആകെ പ്രതീക്ഷയാണിത്. അപ്പോൾ ഇദ്ദേഹവും ആകെ വല്ലാത്തൊരവസ്ഥയിലായി. Mr. Gupta, I have read in books that Hindus are extremely truth-loving.
If you could bring yourself to tell mother only once after looking into the crystal that Frank is all right, that he is alive, will it be too much of a lie? Will it be very, very wrong? As she spoke, tears streamed from her eyes. I thought over it. I am not very virtuous. I have done many sinful things, so I decided to do this. സോ ഈ കുട്ടി എന്താണ് പറയുന്നത്? മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റീഡ് ഇൻ ബുക്സ്, ഞാൻ ഒരുപാട് ബുക്സിൽ വായിച്ചിട്ടുണ്ട്, ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഹിന്ദുസ് സത്യത്തെ ഒരുപാട് മുറുക്ക പിടിക്കുന്നവരാണ് എന്ന്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ്, ഇപ്പം ഒരു വട്ടം അമ്മയോട് നിങ്ങൾ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് ഇസ് ഓൾ റൈറ്റ്, ഫ്രാങ്കിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഒരു വട്ടം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദറ്റ് ഹീ ഈസ് എ ലൈഫ്, ജീവിച്ചിരിക്കുകയാണ് എന്ന് ഒരു വട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. കാരണം അമ്മയ്ക്ക് അത് അത്രയും ആശ്വാസമാവും, അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് ലൈ, അത് ഭയങ്കര കള്ളമായി മാറുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാനങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ? ആ ഒരു രീതിയിൽ വിൽ ഇറ്റ് ബി വെരി വെരി റോങ്, അങ്ങനെ പറഞ്ഞാൽ വലിയ തെറ്റാവുമോ അത് എന്നൊക്കെ പറഞ്ഞ് കുട്ടി കരയാണ് ശരിക്കും. ഓക്കെ, ഐ തോട്ട് ഇറ്റ് ഓവർ, ഇദ്ദേഹം ചിന്തിക്കുകയാണ്. കാരണം ഞാൻ ജീവിതത്തിൽ അത്ര വിർച്വസ് ഒന്നുമല്ല, കള്ളം പറയാത്ത ആളൊന്നുമല്ല ജീവിതത്തിൽ, ഒരുപാട് സിൻഫുള്ളായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്, അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ലീസ്റ്റ് ഓഫ് മൈ ഒഫെൻസസ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് എൻ്റെ തെറ്റുകളിലെ ഏറ്റവും ചെറിയൊരു തെറ്റാണ്. കാരണം ഒരു സ്ത്രീയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറയുക എന്നുള്ളത്, അത് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു തെറ്റാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്ലീസ് മാഗി, ഡോണ്ട് ക്രൈ, വേർ ഇസ് ദ റിംഗ്? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദിസ് ടൈം. ഇഫ് ഐ ഡോണ്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. ഗോഡ് വിൽ ഫോർഗിവ് മീ ഇഫ് ഇറ്റ് ഇസ് റോങ്. ശരി മാഗി, ഞാൻ എന്ത് ചെയ്യാം, നീ ആ റിങ് കൊണ്ടുവരും, ഞാൻ നോക്കാം. ഇപ്രാവശ്യം ഞാൻ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ പറയാം എന്ന് പറയുന്നു. Maggie brought me the ring. I took it and said, see if your mother is awake. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. May I see her now? Please come. സോ മാഗിയോട് ചോദിക്കുന്നു, അമ്മ ഉണർന്നിരിക്കുകയാണ്. അപ്പം ഇവൾ പോയി അമ്മ ഉണർന്നിരിക്കുകയാണെന്ന് നോക്കാൻ പോയി. 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഉണർന്നിരിക്കുകയാണ്, നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ. അപ്പം വരാൻ പറയുന്നു. പ്ലീസ് കം. And I approached the mother's bedside. The ring was in my hand. Wishing her a good morning, I said, Mrs. Clifford, your son is alive. He is well. ആ റിങ്ങും കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മിസ്സസ് ക്ലിഫോർഡ് വിഷ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. ഹി ഈസ് വെൽ. ഓൾഡ് വുമൺ റേസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. Did you see that in the crystal? She asked. Yes, Mr. Clifford, I answered without any hesitation. I have seen it. സോ ഒരു മടിയും കൂടാതെ ഇദ്ദേഹം പറഞ്ഞു, അതെ, നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഈ ക്രിസ്റ്റലിലൂടെ കണ്ടു. ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്റ്റലിലൂടെ കണ്ടോ എന്ന്. അപ്പം ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, യെസ്, ഐ ഹാവ് സീൻ ഇറ്റ്. Her head dropped back. Tears of happiness welled from her eyes. She whispered faintly, God bless you, God bless you. Mrs. Clifford recovered. അങ്ങനെ സന്തോഷം കൊണ്ട് അവർ കരയാണ്. അങ്ങനെ ഇവർ തിരിച്ച് പറയുന്നു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മിസ്സസ് ക്ലിഫോർഡ് റിക്കവേർഡ്. സോ മിസ്സസ് ക്ലിഫോർഡ് ഇവിടെ റിക്കവർ ചെയ്യുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. ഐ വിഷ് ടു ഗോ ടു ലംബെത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹർ മദർ. But the family was in mourning. Frank had been killed in the fighting on the frontier a month ago. Maggie had sent me a card with a black border. I calculated from the date and found that Frank had been dead some days when I told the mother he was alive and well. I felt ashamed to face Mrs. Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. So it was almost time for me to return to my country. അപ്പം ഇദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരേണ്ട സമയമായി. ഇദ്ദേഹം ലംബത്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ലണ്ടനിലൊരു സബർബ് പ്ലേസ് ആണ്, അവിടെയാണ് ഈ മാഗി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് മാഗിയും അമ്മയും കണ്ട് ഗുഡ് ബൈ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവളുടെ ഫാമിലി മോർണിംഗിലായിരുന്നു. വിച്ച് മീൻസ് മോർണിംഗ്, MOURNING. മോർണിംഗ് മീൻസ് കരയുക അല്ലെങ്കിൽ സങ്കടപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ആ ഫാമിലി സങ്കടത്തിലായിരുന്നു. കാരണം ഫ്രാങ്ക് ഫ്രോണ്ടിയറിൽ വെച്ചിട്ട് ഫൈറ്റിങ്ങിനിടയിൽ മരിച്ചുപോയി.
അതും ഒരു മാസം മുൻപ് മാഗി ഇദ്ദേഹത്തിനൊരു കാർഡ് അയച്ചു വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഈ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഫ്രാങ്ക് മരിക്കുന്നത് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. എലൈവ് ആണ്, വെല്ലാണ്, ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അയാൾ മരിക്കുന്നത്. ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്. അതുകൊണ്ട് തന്നെ മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. അങ്ങനെ അദ്ദേഹം ഒരു ലെറ്റർ അയച്ചു, ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട്, നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി അറിയിച്ചുകൊണ്ട് ഇദ്ദേഹം അവർക്കൊരു ലെറ്റർ അയച്ചു. മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ dawned. I was to leave before night. As I was breakfasting with the family, there was a knock at the door. A minute or later, the maid came in and announced, "Please, Mr. Gupta, Miss Clifford has come to see you." അങ്ങനെ ലണ്ടനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ അവസാനത്തെ ദിവസം ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. അപ്പോൾ രാത്രിക്ക് മുൻപ് ഇദ്ദേഹം പോകുമായിരുന്നു. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെർവൻറ്റ് വന്ന് അനൗൺസ് ചെയ്തു, മിസ് ക്ലിഫോർഡ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. Lest she be late for office because of me, I took the permission of my hostess and got up from the table. Maggie was standing in the hall. She was wearing black. I took her into the adjoining library and made her sit down. "Are you leaving today?" she asked. സോ മാഗി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് അൺഫിനിഷ്ഡ് ആയിരുന്നു, കഴിച്ച് കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം മാഗിയെ കാണാൻ വേണ്ടി എഴുന്നേറ്റ് ചെന്നു. മാഗിയോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. ആൻഡ് മാഗി തിരിച്ചു ചോദിച്ചു, നിങ്ങളിന്ന് പോവുകയാണല്ലേ? "യെസ് മാഗി, ടുഡേ ഇസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി?" "എ ലിറ്റിൽ മോർ ദാൻ 2 weeks." അപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു? 2 ആഴ്ചയെങ്കിലും എടുക്കും രാജ്യത്ത് ചെല്ലാനെന്ന് പറയുന്നു. 2 ആഴ്ചയിൽ അത്രയൊക്കെ ഏകദേശം വരുമെന്ന് പറയുന്നു. "ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്?" നിങ്ങൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്, അതായത് ഇന്ത്യയുടെ ഏത് സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. "I have entered the Punjab civil service. I shall not know exactly where I am posted until I arrive there." സോ ഞാൻ പഞ്ചാബ് സിവിൽ സർവീസ് മീൻസ് പഞ്ചാബ് ഗവൺമെൻറ് ജോബ് കിട്ടി. എപ്പോഴാണ് ഏത് സ്ഥലത്താണ് ഞാൻ പോസ്റ്റഡ് ആവുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നു. "Is the frontier very far from there?" "No, not very. Frank is buried at Fort Monroe near Dera Ghazi Khan." The girl's eyes were filled with tears as she spoke. എന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, "Is the frontier very far from there?" സോ frontier, ദാറ്റ് മീൻസ് ആ ഒരു ആള് നോർത്ത് ഫ്രോണ്ടിയറിലാണ്, മീൻസ് ഫ്രാങ്ക് നോർത്ത് ഫ്രോണ്ടിയറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നോർത്ത് ഫ്രോണ്ടിയോ അല്ലെങ്കിൽ ഫ്രോണ്ടിയോ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് നിന്ന് ഒരുപാട് ദൂരെയാണോ എന്ന് ചോദിക്കുന്നു. "No, not very. Frank is buried at Fort Monroe near Dera Ghazi Khan." The girl's eyes were filled with tears as she spoke. സോ കുട്ടി എന്ത് പറഞ്ഞു? ഫ്രാങ്കിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഫോർട്ട് മൺട്രോയിലാണ്. ഇറ്റ് ഇസ് നിയർ ദേര ഖാസി ഖാൻ. ഇത് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. "When I go to that part of the country, I shall visit your brother's grave and write to you." അപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ ആ പാർട്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗ്രേവ്, ഫ്രാങ്കിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്യും, എന്നിട്ട് നിനക്ക് ലെറ്റർ അയക്കാമെന്ന് പറയുന്നു. "It won't be troublesome for you or inconvenient." അപ്പോൾ അത് താങ്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇൻകൺവീനിയൻ്റ് ആയിരിക്കും, താങ്കൾക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുന്നു. "It won't be troublesome for you or inconvenient," Maggie asked. "Why should it be? Dera Ghazi Khan is not very far from where I shall be." സോ എന്തിനാ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം? കാരണം ദേര ഖാസി ഖാൻ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ്. "It will certainly be possible for me to go there someday." അപ്പം ഒരു ദിവസം പോവാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. "I will write and tell you about it." ഞാൻ പോവാം, ഞാൻ നിനക്ക് ഇതിനെ പറ്റിയിട്ട് കത്തുകൾ അയക്കാം എന്ന് പറയുന്നു. Maggie's face was filled with gratitude. സോ ബ്രദറിൻ്റെ അടുത്തേക്ക് പോവാം, കത്തുകൾ അയക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മുഖത്താകെ സന്തോഷവും അതുപോലെ നന്ദിയും നിറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് ഇവളുടെ മുഖം നോക്കുമ്പോൾ തന്നെ നന്ദി പറയുന്ന രീതിയിൽ ഇവളുടെ മുഖം വളരെ പ്രസന്നമായിരുന്നു. അതിനോടൊപ്പം ഇവൾ ഒരു ഷില്ലിങ് എടുത്ത് കൊടുക്കുന്നു. ഷില്ലിങ് എന്ന് പറയുന്നത് അവരുടെ കോയിനാണ്. ഓക്കെ, അപ്പോൾ ഷില്ലിങ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, ബ്രദറിൻ്റെ ഗ്രേവിൽ ഇതെന്ന്
പൂക്കൾ വാങ്ങിച്ച് വെക്കണം, ഈ ഷില്ലിങ് യൂസ് ചെയ്തിട്ട് പൂക്കൾ വാങ്ങിച്ച് വെക്കണമെന്ന് പറയുന്നു. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. സോ ഇദ്ദേഹത്തിനും അത് കണ്ട് വളരെ സങ്കടമായി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിംഗ് ഇറ്റ് ടു ഹെർ, എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു പർച്ചേസ്ഡ്. സോ ഈ കുട്ടി വളരെ കഷ്ടപ്പെട്ട്, ടോയിൽ മീൻസ് ഹാർഡ് വർക്ക് എന്നുള്ളൊരു മീനിങ് ആണ്, വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണത്. അത് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ കുട്ടി പറഞ്ഞ എന്താണ്, സഹോദരൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ വാങ്ങിച്ച് വെക്കണമെന്നാണ്. അപ്പം ഇദ്ദേഹത്തിന് പറയണമെന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ പൂക്കൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയൊന്നുമില്ല, ഒരുപാടുണ്ട്, അത് പർച്ചേസ് ചെയ്യേണ്ട എന്ന് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് ഐ റീകൺസിഡേർഡ്. Why should I deprive her of this joy this sacrifice could give her? All that this shilling could have given her she was foregoing for the love of her brother. The joy of doing it was beyond all price. The grief in her heart would be eased a little. What good would it do to deprive her of it? I picked up the shilling. പക്ഷേ ആ പണം, അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പണം കൊണ്ട് അവളുടെ എന്താണ് ബ്രദറിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ കൊണ്ട് അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അതും അവളുടെ കാശ് കൊണ്ട് അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷത്തോളം വരില്ല ഒരിക്കലും ഇദ്ദേഹം അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൂക്കൾ കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഇദ്ദേഹം ആ ഷില്ലിങ് തിരിച്ചു കൊടുത്തില്ല. കാരണം ഇവളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ആ മൂല്യമാണത്, കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് ആ ഒരു ഷില്ലിങ് എന്ന് പറയുന്നത്. അത് അവളുടെ ബ്രദറിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അത് നിഷേധിക്കാൻ അല്ലെങ്കിൽ അത് വേണ്ട, പൂക്കൾ ഒരുപാടുണ്ട്, ഞാൻ വെച്ചോളാം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് തോന്നിയില്ല. ഇദ്ദേഹം ആ ഷില്ലിങ് ആക്സെപ്റ്റ് ചെയ്യുന്നു. മാഗി, ഐ സെഡ്, ഐ ഷാൽ യൂസ് ദ ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. മാഗി stood up. How can I thank you? She said. Now it is time for me to go to work. Goodbye. Remember to write. So മാഗി എന്ത് പറയുന്നു, മാഗിയോട് ഇദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷില്ലിങ് ഉപയോഗിച്ച് പൂക്കൾ വാങ്ങിച്ച് വെക്കാമെന്ന് പറയുന്നു. മാഗി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഞാൻ താങ്കളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്നു, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, പിന്നീട് കാണാം, എനിക്ക് കത്തുകൾ എഴുതണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോകുന്നു. I got up and took her hand in mine. Goodbye, Maggie. God bless you, I said and pressed her hand to my lips. Maggie left. I wiped a tear or two from my eyes and went upstairs to pack my bags. So, ആ കുട്ടിയോട് ഇദ്ദേഹവും ഗുഡ് ബൈ പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ, ഇങ്ങനെ 1-2 കണ്ണുനീർ തുള്ളികൾ വരുന്നുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം മുറിയിലേക്ക് പോയി തൻ്റെ ബാഗ് പാക്ക് ചെയ്തു. സോ ഇതാണ് വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില. ആ ടൈറ്റിൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഈ സ്റ്റോറി കംപ്ലീറ്റ് ആയപ്പോൾ മനസ്സിലായി കാണും. കാരണം പൂക്കളുടെ വില എന്ന് പറയുന്നത് അവളുടെ അധ്വാനമാണ്. അവൾ അവളുടെ സഹോദരന് വേണ്ടി, അവൾക്ക് വേണ്ടി എല്ലാം വാങ്ങിക്കൊടുത്ത അവളുടെ സഹോദരന് വേണ്ടി അവളുടെ അധ്വാനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പങ്കാണ് അവൾ അവളുടെ സഹോദരന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. അതാണ് ആ പൂക്കളുടെ വില. സോ വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു തുള്ളി ഒരു നെഞ്ചിടിപ്പോട് കൂടി അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണുനീരോട് കൂടി അല്ലാണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കില്ല. സത്യമല്ലേ? ഈ ഒരു സ്റ്റോറി വായിച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ ഒരു തുള്ളി കണ്ണുനീര് ഉണ്ടാവും, നമ്മുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് ഉണ്ടാവും. ഇതാണ് ഈ സ്റ്റോറി. ഐ ആം ഇമോഷണലി blank. I don't know. Okay. Now, this story, it's a translation from Bengali by Leela Rai. So, Prabhat Kumar Mukhabdhyayയുടെ സ്റ്റോറിയാണ്, പക്ഷേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ആൻഡ് ഇറ്റ് ഇസ് എ ബംഗാളി സ്റ്റോറി. ഐ സെഡ് യു ഏർലിയർ. സോ അദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്, ആൻഡ് ഈ സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തത് ലീല റായ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും പ്രോബബിൾ ക്വസ്റ്റ്യൻസും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.